ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ പഴയ കാലത്ത് നമുക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ എന്തിനാണ് സമ്മേളനത്തിന് പോകുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ, ഈമാനുള്ളവർ പറയാറുണ്ട്, യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാനാ ഞങ്ങൾ പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ജമാഅത്തായി മഗ്രിബ് നിസ്കരിക്കുമ്പോ അതിലൊരു മഅ്മൂമാവാനാ ഞങ്ങൾ പോകുന്നത്. അവിടെ അടിയങ്ങളെ കാക്കണേ, അടിയങ്ങളോട് പൊറുക്കണേ, അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാനാ പോകുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ആരാണത്? മഹാന്മാരായ തങ്ങന്മാർ, പതിനായിരക്കണക്കിന് സാദാത്തുക്കൾ, പതിനായിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ, പതിനായിരക്കണക്കിന് ഹാഫിളീങ്ങൾ, പതിനായിരക്കണക്കിന് യതീമുകളായ മക്കൾ, ഒരുപാട് ലക്ഷങ്ങളായ മഹാപണ്ഡിതന്മാർ, ആബിദീങ്ങൾ, നിഷ്കളങ്കരായ ഉമറാക്കൾ, സ്വാലിഹീങ്ങൾ, ദുആക്കുത്തരം കിട്ടുന്നവർ, അവരൊക്കെ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുമ്പോ, സയ്യിദുൽ ഉലമ ദുആ ചെയ്യുമ്പോ, തങ്ങന്മാര് സാദാത്തുക്കൾ ദുആ ചെയ്യുമ്പോ, ഔലിയാക്കൾ ദുആ ചെയ്യുമ്പോ, മഹാന്മാരായ ഉലമാ ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാൻ, അതിന് ലക്ഷങ്ങളല്ല കോടികൾ ചെലവഴിച്ചാലും ഈ ഉമ്മത്തിന് അതിൽ അഭിമാന ബോധമാണുള്ളത്.